എന്റെ അച്ഛൻ മിസ്സിംഗ് ആണെന്ന് പരാതി കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ആകാശേ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനുള്ളതല്ല പോലീസ് എന്ന് പറഞ്ഞ SI സാർ പോയത്. ഞങ്ങൾ എന്ത് ചെയ്യാൻ? എന്തു പറ്റി ആകാശ്? പോലീസ് വരില്ലേ? സാറില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. കളിയാക്കുവാണോ നീ? പോലീസ് ഇല്ലാതെ തന്നെ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലമ്മേ, അവനെ ആ തുണിക്കച്ചവടക്കാരൻ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. കണ്ടില്ലേ അയാളെ ഒളിപ്പിച്ചു വെച്ച് നാടകം കളിച്ച് പോയത്? അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ഈ കല്യാണം മറന്നേക്ക്. അരവിന്ദ്, ടെൻഷൻ ആവാതെ. അങ്കിളിനൊന്നും സംഭവിക്കില്ല. അവര് തന്നെ അങ്കിളിനെ കൊണ്ടുവരും. ആകാശേ, തന്തയെ തേടി നീയും ചാരുവും പുറത്തേക്ക് പോയല്ലേ? നിന്റെ അച്ഛൻ സ്റ്റേജിന്റെ സൈഡിൽ തന്നെയുണ്ട്. അതറിയാതെ നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കും. ലോകം മുഴുവൻ തേടിയാലും അയാളെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതെന്റെയാ? ഇല്ല, ഞാൻ തരില്ല. എന്റെ ഫോട്ടോയാ. ചേച്ചി എന്റെ ഫോട്ടോ തരുന്നില്ല ഈ കൊച്ച്. ചാരു, നീ വാ, സമയമില്ല. മോളതിങ് തന്നെ, ഒരു മിനിറ്റ് അക്കുച്ചേട്ടാ. അക്കുച്ചേട്ടാ, തിരുമേനി, പൂജ നടക്കട്ടെ. മോളെ മോളെ മാഷിനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക ഞങ്ങള്. അതിനിടയിൽ ഈ പൂജയൊക്കെ വേണോ? ആദ്യം അദ്ദേഹം എവിടാണെന്ന് അറിയട്ടെ. കല്യാണം ഇനി മറ്റൊരു ദിവസം ആകാമല്ലോ. ആന്റി ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതാണ് ആകാശം ചാരു ആഗ്രഹിക്കുന്നത്. അതിന് അവരീ കഷ്ടപ്പെടുന്നത്. കല്യാണം വേറൊരു ദിവസത്തേക്ക് മാറ്റാന്ന് പറയുന്നത് ശരിയാണോ ആന്റി? അക്കുച്ചേട്ടാ, ഈ ഫോട്ടോ നോക്കിയേ. മാഡം, അച്ഛനില്ലാതെ എങ്ങനെ കല്യാണം നടത്താനാ? ടെൻഷൻ ആവണ്ട അരവിന്ദ്. നമ്മൾ ആരും ടെൻഷൻ ആവാൻ പാടില്ല. മറ്റുള്ളവർക്ക് വേണം ടെൻഷൻ കൊടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, അങ്കിളിനൊന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. പൂജ നടക്കട്ടെ. അങ്കിൾ ഉറപ്പായിട്ടും വരും. ഞാൻ പറയുന്നത് വിശ്വാസമല്ലേ?
മോളെ ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയ? അകത്ത് കുറെ പൂക്കളാക്കി ഇരിക്കുന്നില്ലേ, അവിടെ ഒരു അച്ചച്ചൻ ഇരിപ്പുണ്ട്, അവിടെ നിന്ന് കിട്ടിയതാ.